ഇനി വലിയൊരു ശല്യത്തെക്കുറിച്ചാണ്. ഈ മഴ പെയ്യുമ്പോൾ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ടുള്ള ശല്യമാണ്. ചില്ലറ പാമ്പൊന്നുമല്ല, പെരുമ്പാമ്പുകൾ ഇങ്ങനെ കൂട്ടം കൂട്ടമായി വരുന്നു എന്ന് പറയേണ്ടി വരും. പ്രത്യേകിച്ചും തിരുവനന്തപുരത്തെ മലയോര മേഖലയെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അവിടെ പാലോട്, ആര്യനാട് സ്ഥലങ്ങൾ. ഇവിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഏകദേശം ഒരു 50ഓളം പാമ്പുകളെയാണ് പിടികൂടിയിരിക്കുന്നത്. ഇന്നലെയും ഇന്നുമായി മാത്രം ആര്യനാട് സ്വദേശിയായ രതീഷിന്റെ വീട്ടിൽ നിന്ന് 2 പാമ്പുകളെ ഇതുപോലെ പിടിച്ചു. 15ഉം 25ഉം കിലോയൊക്കെ തൂക്കമുള്ള ഇവയെ വനവകുപ്പ് പിടിച്ച് സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട് എന്നത് ആശ്വാസം. എന്തായാലും വേറെ അപകടങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടില്ല എന്നത് ഭാഗ്യം. ഞാൻ പറഞ്ഞ ഫുള്ള് കയറിക്കോ. അടുത്ത് തന്നെ വിളിക്കാം. ജിബിൻ ഉണ്ട് വിവരങ്ങളുമായി. ജിബിനെ, ഇന്നലെ നമ്മൾ മഹാരാഷ്ട്രയിൽ ഒരു മുതല റോഡിൽ ഇറങ്ങിയ കാര്യം പറഞ്ഞിരുന്നു. അപ്പോൾ അത് അവസാനിപ്പിച്ചപ്പോൾ പറഞ്ഞാണ് നമ്മൾ കേരളത്തിൽ പെരുമ്പാമ്പൊക്കെയാണ് കൂടുതലായിട്ട് വരുന്നത്, മുതലൊന്നും വന്നില്ല എന്ന് പറയും. പക്ഷേ പെരുമ്പാമ്പുകൾ ഇത്രയും വന്നാൽ വല്ലാത്ത പണിയാണല്ലോ. പ്രത്യേകിച്ചും ഈ കോഴി മുതലായവയൊക്കെ പിടിച്ചുകൊണ്ട് പോകും. പിന്നെ വന്നു കഴിഞ്ഞാൽ കണ്ടാൽ തന്നെ പേടിച്ചു പോകും. ആ പേടി തന്നെ ആളുകൾക്ക് അപകടം ഉണ്ടാക്കും. ഈ പിടിക്കുന്നതിനൊക്കെ കാട്ടി കയറ്റി വിടുന്നു, അവർ തന്നെ വീണ്ടും ഇറങ്ങി വരികയാണോ അതോ പുതിയ തലമുറകളാണോ? ഡിവിഷ് എൻ്റെ തന്നെ സ്വന്തം നാടാണ് ഈ തിരുവനന്തപുരം ജില്ലയിലെ മലയോര ഗ്രാമമായ പാലോട് എന്ന് പറയുന്നത്. ഞങ്ങളുടെ നാട്ടിൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി, എടുത്തു പറഞ്ഞാൽ 1-2 വർഷങ്ങളായി ഞങ്ങൾ സ്ഥിരം കാണുന്ന ഒരു കാഴ്ചയാണ് ഈ പെരുമ്പാമ്പിൻ്റെ ശല്യം എന്ന് പറയുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് എൻ്റെ നാട്ടിന് സമീപമുള്ള കുറുവഴ LP സ്കൂളിന് സമീപത്ത് നിന്ന് ഒരു ദിവസം രാത്രിയോടുകൂടി ഒരു പെരുമ്പാമ്പിൻ്റെ കുട്ടിയെ പിടികൂടിയിരുന്നു. ഇത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ വന്ന് ഈ പാമ്പിനെ ശേഖരിക്കുകയും ഇവിടെ നിന്ന് കൊണ്ടുപോവുകയും ചെയ്തിരുന്നു. ഇതിന് കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം തന്നെ അതേ സ്ഥലത്ത് നിന്ന് വീണ്ടും ഒരു പെരുമ്പാമ്പിൻ്റെ കുട്ടിയെ കണ്ടെത്തുകയും ചെയ്തു. അന്ന് ആ സമയത്ത് ഈ ഫോറസ്റ്റ് അധികൃതർ നമ്മോട് പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു വലിയ പെരുമ്പാമ്പ്, തള്ളപ്പെരുമ്പാമ്പ് ഈ ഭാഗത്ത് എവിടെ കിടപ്പുണ്ട്, ഇതിൻ്റെ കുട്ടികളാണ് ഈ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഈ മേഖലയിൽ ഇറങ്ങി വരുന്നതെന്നാണ് അവർ പറയുന്നത്. പക്ഷേ ഇത് മാത്രമല്ല പ്രധാനം, അതായത് ഈ പെരുമ്പാമ്പുകൾ ഇവിടെ നിന്ന് പിടിച്ചെടുത്ത ശേഷം തൊട്ട് സമീപത്തുള്ള, അതായത് നമ്മൾ റോഡ് മാർഗം പോവുകയാണെങ്കിൽ ഒരു 15-20 കിലോമീറ്റർ അകലെയുള്ള കാട്ടിൽ കൊണ്ടുവിടുകയും, പക്ഷേ കാട്ടിനകത്തുകൂടി എത്തുകയാണെന്നുണ്ടെങ്കിൽ ഏകദേശം 5 കിലോമീറ്ററിനകത്ത് മാത്രമുള്ള സ്ഥലത്താണ് ഇവർ ഈ പാമ്പുകളെയൊക്കെ തന്നെ ഈ ജനവാസ മേഖലയിൽ നിന്ന് പിടിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ പാമ്പുകൾ വീണ്ടും ഇതേ സ്ഥലത്തേക്ക് ഇറങ്ങി വരുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നാട്ടുകാർ ഇതേ അഭിപ്രായം തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇന്നലെ തന്നെ ഈ ആര്യനാട് IT മേഖലയിൽ രതീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ വീട്ടിൽ ഇയാളുടെ കോഴിക്കൂട്ടിൽ കോഴിയെ വിഴുങ്ങിയ നിലയിൽ ഒരു പാമ്പിനെ കണ്ടെത്തുകയും ഫോറസ്റ്റ് അധികൃതർ അറിയിക്കുകയും അവർ വന്ന് ഈ പാമ്പിനെ കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാമ്പിന് ഏകദേശം 15 കിലോയോളം വെയിറ്റ് വരുമെന്നാണ് നമുക്ക് അറിയാൻ സാധിച്ചത്. അതിന് പിന്നാലെ ഇയാളുടെ പറമ്പിലുള്ള കാടുകളൊക്കെ തന്നെ ഇയാൾ വെട്ടുന്നതിന് വേണ്ടി ആളുകളെ നിയോഗിക്കുകയും ഇയാളും കൂടി ഉണ്ടായിരുന്നു. ഇതിനിടെയാണ് ഇന്ന് ഉച്ചയോടുകൂടി തന്നെ ഇതേ പറമ്പിൽ വീണ്ടും പെരുമ്പാമ്പിനെ കണ്ടെത്തുന്നത്. ഈ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസറായിട്ടുള്ള റോഷിന് തന്നെ അവിടെ നേരിട്ടെത്തുകയും 25 കിലോയോളം വരുന്ന ഈ പാമ്പിനെ പിടികൂടി ചാക്കിലാക്കി കൊണ്ടുപോവുകയും ചെയ്തിട്ടുണ്ട്. നിലവിൽ ഈ പാമ്പിനെ ഇപ്പോൾ പാർപ്പിച്ചിരിക്കുന്നത് ഫോറസ്റ്റ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഓഫീസിൽ തന്നെയാണ്. കഴിഞ്ഞ ദിവസം വനമന്ത്രിയോടൊക്കെ തന്നെ നമ്മൾ സംസാരിച്ചപ്പോൾ പറഞ്ഞ ഒരു കാര്യമുണ്ട്. അതായത് ഈ പിടികൂടുന്ന പാമ്പിനെ നിലവിൽ കാട്ടിൽ കൊണ്ട് ഉപേക്ഷിക്കുന്ന ഒരു രീതിയാണുള്ളത്. പക്ഷേ അത് മാറി ചിന്തിക്കേണ്ട ഒരു സമയം വന്നിരിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞ കാര്യം. മാറ്റി ഈ പിടികൂടുന്ന പാമ്പുകളെ തിരികെ വനത്തിലേക്ക് കൊണ്ടുവിടുന്നതാണോ അല്ലെങ്കിൽ അവർ മറ്റേതെങ്കിലും സുരക്ഷിത സ്ഥാനത്തേക്ക് കൊണ്ടുപോയി പാർപ്പിക്കുന്നതാണോ നല്ലതെന്നുള്ള കാര്യമൊക്കെ തന്നെ ഇനി ചിന്തിക്കേണ്ട കാലമെത്തിയിരിക്കുന്നു എന്ന് തന്നെയാണ് വനമന്ത്രിയും പറഞ്ഞത്. എന്തായാലും ഈ ഒരു നാട്ടിൽ, അതായത് തിരുവനന്തപുരത്തെ മലയോര മേഖലയായ പാലോട്, ആര്യനാട്, വെള്ളനാട് മേഖലയിലൊക്കെ തന്നെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ പെരുമ്പാമ്പ് ശല്യം അധികമായി വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും പക്ഷേ ആ കൊണ്ടുപോയി വിടുന്നില്ലേ സുരക്ഷാ കേന്ദ്രത്തിലേക്ക് മാറ്റുക എന്നൊക്കെ പ്രാവർത്തികമാണോ എന്ന് പറയാൻ കഴിയില്ല. ഇപ്പോൾ ഈ 19 എണ്ണത്തെയൊക്കെ ഇത്രയും ദിവസം കൊണ്ട് പിടിച്ച് എന്ത് ചെയ്യും? പിന്നെ ജിബിൻ്റെ വീട്ടിലേക്കോ പരിസരങ്ങളിലേക്കൊന്നും അതിഥിയായി പെരുമ്പാമ്പ് എത്തിയിട്ടില്ലല്ലോ അല്ലേ? നേരിട്ട് കാണാൻ എപ്പോഴെങ്കിലും സാഹചര്യം ഉണ്ടായോ? ഡിവിഷ്, ഞാൻ നേരത്തെ സൂചിപ്പിച്ച കുറുവഴ LP സ്കൂൾ എന്ന് പറയുമ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ. ഏകദേശം ഒരു 500 മീറ്റർ മാത്രമേ ഉള്ളൂ ഈ ഒരു സ്ഥലത്തേക്ക് എത്തുന്നതിന് തന്നെ. അവിടെ അന്ന് ഞാനിവിടെ ഡ്യൂട്ടിയിലുള്ള സമയത്താണ് നാട്ടിൽ നിന്ന് ഇങ്ങനെ ഈ നമ്മുടെ നാട്ടിൽ സ്കൂളിൻ്റെ സമീപത്ത് നിന്ന് പെരുമ്പാമ്പിനെ പിടിച്ചു എന്നുള്ള വാർത്ത വരുന്നത്. ഞാൻ തന്നെയാണ് ഇവിടെ നിന്ന് അതന്ന് തത്സമയം വാർത്ത കൊടുക്കുകയും ചെയ്തത്. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ പള്ളിയിൽ പോയ സമയത്തൊക്കെ തന്നെ അവിടെ ആളുകൾ പറഞ്ഞതാണ്, ഈ ഞങ്ങളുടെ പള്ളിയുടെ പിറകിലൊക്കെ തന്നെ ഈ കാടൊക്കെ മൂടിക്കിടക്കുന്ന സ്ഥലമാണ്. അപ്പം അവർ പറഞ്ഞതാണ്, അതായത് അവിടെ പണിക്ക് വേണ്ടിയിട്ട് JCB ഓപ്പറേറ്റർ വന്നപ്പോൾ അവർ പറഞ്ഞതാണ് അവിടെ വലിയൊരു പെരുമ്പാമ്പ് കിടക്കുന്നുണ്ട്, അതുകൊണ്ട് കുട്ടികളോടൊന്നും തന്നെ അങ്ങോട്ട് ഇറങ്ങിയിരുന്നു. എന്തായാലും എനിക്കിതുവരെ അതിനെ നേരിട്ട് കാണാനുള്ള ഒരു അവസ്ഥ ഉണ്ടായിട്ടില്ല. പക്ഷേ അല്ലാത്ത പാമ്പുകളൊക്കെ തന്നെ സ്ഥിരമായിട്ട് ഈ മൂർഖൻ പാമ്പ് തൽക്കാലം അവസരം ഉണ്ടാകാതിരിക്കട്ടെ.